ജീവിതത്തിൽ സ്വപ്നം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ജീവിതത്തിൽ ambitious ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ടു ബി നോട്ട് ടു ബി ambitious. നമ്മൾ കുഞ്ഞിലോട്ടെ നമ്മൾ പഠിപ്പിച്ചു വരുന്നത് നമ്മൾ ambitious ആയിരിക്കണം, നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കണം എന്നൊക്കെയല്ലേ. ശരിയാണ്, കുറേ അളവിൽ ശരിയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കണ പോലെ പലതും നടക്കാറില്ല. അപ്പോൾ വി ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഓണസ്റ്റ്ലി വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിലെ തൊട്ടേ. എനിവേസ്, അപ്പോൾ അങ്ങനെ ambitious ഒന്നും അല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ആ ഫ്ലോയിൽ അങ്ങ് പോയി. ഇന്നത് പഠിക്കണം, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യണം, ഇന്ന ഫീൽഡിലോട്ട് കയറണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പഠിക്കാൻ പറ്റി, പക്ഷേ ആ ഒരു ഫീൽഡിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒരു ബുള്ളറ്റ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, കാനഡ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ 3 ആഗ്രഹങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ആഗ്രഹങ്ങളുണ്ട്, നല്ല കാര്യം. ഇതിനിപ്പോൾ എന്താ ചെയ്യുക? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം ഞാൻ ഈ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊന്നും നടക്കാൻ പോണ സംഭവമല്ല. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാൻ പോണ സംഭവമല്ല. ദറ്റ് ഈസ് വേ ഫാർ ഫ്രം അസ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൊളീഗുണ്ട്, രമ്യ എന്ന് പറഞ്ഞിട്ട്. രമ്യ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തമാശയ്ക്ക് വെച്ച്, രമ്യ എന്തായിരുന്നു ഗിഫ്റ്റ്, എന്ത് ചെയ്തു ഹസ്ബൻഡിനെ? അപ്പോൾ രമ്യ പറഞ്ഞു, ഞാനൊരു ബുള്ളറ്റ് ഗിഫ്റ്റ് ചെയ്തു. ഞാൻ ബുള്ളറ്റോ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ചു? അപ്പം രമ്യ ഒത്തിരി ഒരു വലിയൊരു പൊസിഷനിലാണെന്ന് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഒരു ഏകദേശം സെയിം പൊസിഷൻ, പക്ഷെ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു രമ്യയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ബുള്ളറ്റൊക്കെ എങ്ങനെ അഫോർഡ് ചെയ്യുന്നു? ആ സമയത്തൊക്കെ 1,50,000 സംതിങ് ഉണ്ടായിരുന്നു അന്ന് ആ വിലയൊക്കെ. അപ്പോഴാണ് രമ്യ എന്നോട് പറഞ്ഞത്, ഞാനിങ്ങനെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തു, ഞാൻ അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റിന് ചിട്ടി ചേർന്നു, അങ്ങനെ അതിൻ്റെ കുറച്ച് ഡൗൺ പേയ്മെൻറ്റൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ സമയപ്പം ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തെന്ന് വെച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സ്പാർക്ക് വീണത്. ആഹാ, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഇല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആഗ്രഹങ്ങളുള്ളവരുടെ അതും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ബുള്ളറ്റ് മേടിക്കണമെന്ന്. അപ്പം ഞാൻ കരുതി, ഞാൻ അതേപോലെ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ ഈ വെഡിങ് ആനിവേഴ്സറി അടുക്കാറായിരുന്നു ആ സമയത്ത്. അപ്പം ഇനി ചിട്ടി ചേർന്ന് പൈസ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തുള്ള സമയമൊന്നും എനിക്കില്ല. അപ്പോൾ പക്ഷേ എനിക്കന്ന് കൊടുക്കുകയും വേണം. ഇത് കിട്ടിയപ്പോൾ എനിക്കൊരാഗ്രഹമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ 2 കൊളീഗ്സ് ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം ജോസഫ് അനംകുട്ടി ജോസും, പിന്നെ എൻ്റെ വേറൊരു കൊളീഗ് വിവേക് ജി മേനൻ. ഇവരോട് ഞാൻ പോയി ഹെൽപ്പ് ചോദിച്ചു, എനിക്ക് കുറച്ച് പൈസ തരാൻ പറ്റുമോ? എനിക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇടാനാണ്, അത് ഞാൻ വണ്ടി മേടിച്ചതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവർ 2 പേരും എന്നെ ഹെൽപ്പ് ചെയ്തു. ഇവർ അത്യാവശ്യം നല്ല പൊസിഷനിൽ ഹൈ സാലറി ജോബ്സിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്ത് ഇവരെന്നോട് പറഞ്ഞു, അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഈ ഡൗൺ പേയ്മെൻറ്റ് കൊണ്ട് ഞാൻ ഇടുന്നു. ഈ സൂത്രത്തിൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് അതിലേത് മോഡലാണ് ഇഷ്ടം, കളർ ഏതാ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു വെച്ചു. അപ്പോൾ പുള്ളിക്കാരനൊരു ഐഡിയ ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആനിവേഴ്സറി ഇന്ന ദിവസമാണ്, എനിക്ക് ഇന്ന ദിവസം വേണം. അവർ പറഞ്ഞു, ഓക്കെ മാഡം, ശരിയാ, നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഇവർ ഇതെനിക്ക് ഡെലിവറി ചെയ്ത് തന്നു. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സർപ്രൈസ്ഡായി. എൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് മൊമെൻറ്റ് എത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു, ബട്ട് സ്റ്റിൽ ഹി വാസ് സർപ്രൈസ്. കാരണം എനിക്ക് ആ സമയത്ത് അത്രയും ശമ്പളം ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഗെറ്റിംഗ് ഓൺലി അറൗണ്ട് 18,000 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇതെനിക്ക് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റി? ഒരു ഡൗൺ പേയ്മെൻറ്റ് തന്നെ ഒരു 35,000 കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ പൈസയില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിനെപ്പറ്റിക്ക് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഐ മീൻ ഇറ്റ് വിൽ നോട്ട് വർക്ക് എന്നുള്ളൊരു ഫീലിങ്ങിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നും അങ്ങനെ ഇരുന്ന് പോവുള്ളൂ. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രീം അച്ചീവ് ചെയ്ത പലരും അങ്ങനെ ചിന്തിക്കാതെ ഞാൻ എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് പലരും അവരുദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു ഫേമസ് ഒരു വേർഡിംഗ് ഉണ്ട്, ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് ദ ഹോൾ സ്റ്റെയർകേസ് ടു ടേക്ക് ദറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞുണ്ടല്ലോ, പിന്നെ നമ്മൾ അടുത്തതിലോട്ട് സ്റ്റെപ്പ് വെക്കാൻ നമ്മൾ തന്നെ കണ്ടുപിടിച്ചോളും, എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് നടപടിയാക്കണം, എങ്ങനെ നടത്തണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം ഇസ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, പക്ഷേ അത് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു ചെറിയൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വല്ലതും എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ് ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. ബിലീവ് മീ, ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇത് കഴിഞ്ഞ് അടുത്ത ഡ്രീമാണ് കാനഡ ഡ്രീം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.